എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഇപ്പോഴും ചിലർ മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. വെറും 3 ചേരുവകൾ മാത്രം മതി. അരിയും തേങ്ങയും ശർക്കരയും ഉപയോഗിച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, അരിയുണ്ട. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഞങ്ങൾ തയ്യാറാക്കിയത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം മട്ടരി എടുത്തിട്ടുണ്ട്. ഇത് റേഷനരിയാണ്, അത് റേഷൻ കിട്ടിയതാണ്. ഞങ്ങളിത് ഇപ്പോൾ കഴുകി വാരി എടുത്തിട്ടുണ്ട്. കഴുകി വാരി എടുക്കണം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അരമുറി തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ശർക്കര പൊടിച്ചതാണ്. അത് ഇത്രയും പൊടിച്ചാൽ മതി, കാരണം ഇനി എന്തായാലും മിക്സിയിൽ പൊടിക്കാനുള്ളതാണ്. 100 ഗ്രാം ശർക്കര. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനുള്ള വഴി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അത് മൺചട്ടിയോ അങ്ങനത്തെ ചട്ടി വേണമെങ്കിലും വയ്ക്കുക. ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കൊടുക്കാം. അപ്പോൾ അരി വറുക്കുമ്പോൾ പ്രത്യേകം കാണാൻ ശ്രദ്ധിക്കുക. അതിൽ ആദ്യം തന്നെ ഒരു 250 ഗ്രാമൊക്കെ അരി എടുക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ വറുത്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതിൽ പകുതി അരി വറുത്ത് എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഭാഗം എടുത്ത് വറുത്തെടുക്കുക. അതായിരിക്കും നല്ലത്. അരി പെട്ടെന്ന് വറുത്ത് കിട്ടും, അതിന് സമയമൊന്നും എടുക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന രൂപമാണത്. നമുക്ക് അരി വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് അരി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് ചൂടാറണവരെ വെയിറ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത ഭാഗം കൂടെ നമുക്ക് അരി വറുത്തെടുക്കാം. ചൂടാറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം നമുക്ക് കട്ടൻ ചായയുടെ കൂടെ ഇട്ട് കഴിക്കാം. അടിപൊളിയായിരിക്കും. കട്ടൻ ചായയുടെ കൂടെ ഇട്ട് നമുക്കറിയാലോ, നമുക്ക് പണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും മെനക്കെടാറില്ല. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാൻ വേണ്ടിയില്ല, ഇത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. പിന്നെ ആകെ ശർക്കരയും തേങ്ങയും കൂടിയിട്ട് അടിക്കാവും, മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുക്കാവുന്നുള്ളൂ. പെട്ടെന്ന് പണി തരും. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തേങ്ങയും ശർക്കരയും നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. വലിയ ഹെവി ആയിട്ട് പൊടിക്കണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. കൂടുതലായിട്ട് പൊടിച്ച് അരച്ച് ഇതാക്കണ്ട, ഇത്രയും മതി. അപ്പോൾ അരി ഇതുപോലെയാണ് നമ്മൾ വറുത്ത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇട്ട് അടിപൊളിയാണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാം. അപ്പോൾ ആ തേങ്ങയും ശർക്കരയും കൂടി അരച്ചാൽ അതിലേക്ക് തന്നെ നമുക്ക് ജാറിലേക്ക് തന്നെ അരി കൂടിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് ഇതേപോലെ നമുക്കിത് പൊടിച്ചെടുക്കാം. അരി ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. നമുക്ക് നേരത്തെ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടി പൊടിച്ചാൽ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അരി പൊടിച്ചതിൻ്റെ മണം തന്നെ മതി. വെറുതെ അരി ശരിക്കും പറഞ്ഞാൽ വെറുതെ അരി പൊടിച്ചതിൽ പഞ്ചസാര ഇട്ട് കഴിക്കാട്ടോ, അതും അടിപൊളിയായിരിക്കും. ഇത് കുറച്ചും കൂടി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, ശർക്കരയും തേങ്ങയൊക്കെ കൂടെ ചേർത്ത് ചെയ്യുമ്പോൾ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഉണ്ട ഉരുട്ടാൻ പോവാണ്. അതായത് ഇത് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഉണ്ടയാക്കാൻ പോവാണ്, ഉണ്ട പോലെ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇതിൽ ശർക്കരയൊക്കെ പൊടിയാണ്ട് കിടക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തേക്ക് നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ട ഉരുട്ടാം. ഇത് ഉണ്ട ഉരുട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയും കഴിക്കാം. നമുക്ക് കുറച്ചും കൂടെ കഴിക്കാൻ കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ് ഇത് ഉണ്ട ഉരുട്ടുക എന്നുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടിയാലേ നമുക്ക് ഉണ്ട ഉരുട്ടി കഴിക്കാം, അതായിരിക്കും രസം. അമ്മ പ്രൊഫഷണലാണ് ഉണ്ട ഉരുട്ടാനായിട്ട്. ഇത് കണ്ടില്ലേ, ഉണ്ട ഉരുട്ടാൻ കണ്ടില്ലേ. ഇതുപോലെ ഉണ്ട ഉരുട്ടി എടുത്ത് മാറ്റി അതുപോലെ എല്ലാം ഉണ്ട ഉരുട്ടി വയ്ക്കാം. അങ്ങനെ ഞങ്ങളുടെ നൊസ്റ്റാൾജിക് 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ഞങ്ങളുടെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.